ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് മലയാളിയുടെ മഹോത്സവത്തിനായിട്ടാണല്ലോ. ഓണം നമ്മളിലുണ്ടാക്കുന്ന വൈകാരികത എത്രത്തോളമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. ഏതൊരു ആഘോഷത്തിലും ആ ദേശത്തിൻ്റെ ഒരു സംസ്കാരം ഒളിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ മലയാളിയുടെ സംസ്കാരത്തിൻ്റെ മുഴുവൻ സവിശേഷതകളും ആവാഹിച്ചെടുത്ത ഒരു ഉത്സവമാണ് ഓണം. അതുകൊണ്ടാണല്ലോ ഓണം നമ്മുടെ ദേശീയ ഉത്സവമായി മാറിയത്. ഓണത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് 2-3 തലങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്നാണ്. ഇന്ന് ദേശഭേദമനുസരിച്ചും കാലങ്ങൾ മാറിയതനുസരിച്ചും ഉള്ള ഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുഖ്യമായി നമുക്കൊരു 3 തലത്തിൽ ഓണത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ്. അതിലൊന്നാമത്തേത് നമ്മളിപ്പോൾ കണ്ടുവന്ന ഒരു ആചാരമാണ്. നമ്മുടെ ഓണത്തിൻ്റെ നായകൻ മാവേലി തമ്പുരാൻ. ഇപ്പം നമ്മൾ കണ്ടു, ഇന്നിപ്പോൾ ഓണക്കാലമായാൽ ഏതാണ്ട് ചിങ്ങമാസം അടുത്തെത്തി കഴിഞ്ഞാൽ എല്ലാ പരസ്യങ്ങളിലും പത്രത്തിൽ തന്നെ എല്ലാ പേജുകളിലും നമ്മൾ കാണുന്നതാണ് ഇതൊരു കൊടവേറും ഓലക്കൊടയുമായി എത്തുന്ന മാവേലി തന്നെയാണ് നമ്മുടെ മലയാളിയുടെ ഓണാഘോഷത്തിന്റെ ഹീറോ ആയി ഇപ്പോഴും നിൽക്കുന്നത്. മാവേലിയാണ് ഓണസങ്കല്പത്തിന്റെ മുഖ്യ കേന്ദ്രമെന്ന് നമുക്ക് പറയാം. ആ മാവേലിയെയും വാമനാവതാരത്തെയും ഇപ്പൊ ഇവിടെ അമ്മ സൂചിപ്പിച്ചതുപോലെ വാമനാവതാരത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഐതിഹ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സങ്കല്പം, ഓണസങ്കല്പം. ഓണത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ഓണം എന്നത് ചരിത്രവും മിത്തും ഇട കലർന്ന് നിൽക്കുകയാണ്. ഇതിലെ ചരിത്രത്തെയോ അല്ലെങ്കിൽ മിത്തിനെയോ വേർതിരിച്ച് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ ഓണ സങ്കല്പവുമായി ഉണ്ട്. നമ്മൾ പറഞ്ഞു വന്നതനുസരിച്ച് വേദകാലം മുതൽ മഹാബലി എന്ന ഒരു ചക്രവർത്തിയുടെ പരാമർശം നമ്മൾ കാണാം. ഐതിരേയ ആരണ്യകത്തിലും തുടർന്ന് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പരാമർശിക്കപ്പെടുന്ന വ്യക്തിയാണ് മഹാബലി. അതായത് അസുര ചക്രവർത്തിയായ ഹിരണ്യകശിപുവിന്റെ മകൻ പ്രഹ്ലാദന്റെ, വിഷ്ണു പരമഭക്തനായ ഭക്തോത്തമനായ പ്രഹ്ലാദൻ, മഹാവിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഭക്തൻ പ്രഹ്ലാദൻ തന്നെയാണ്. പ്രഹ്ലാദപ്രിയൻ എന്നാണ് മഹാവിഷ്ണുവിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പൗത്രനായ പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനന്റെ പുത്രനാണ് ഇന്ദ്രസേനൻ എന്ന മഹാചക്രവർത്തിയായി തീർന്ന മഹാബലി. ഭൂമിയും സ്വർഗവും ഒരുപോലെ തൻ്റെ ഭരണ നൈപുണ്യം കൊണ്ട് കൈയടക്കി പ്രജാതൽപരനായി നീതിമാനായി രാജ്യം ഭരിച്ച ഒരു ഉത്തമ ഭരണാധികാരിയായിട്ടുള്ള മഹാബലി. ആ മഹാബലി അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യം കൊണ്ട് എങ്ങനെ ഒരു ഉത്തമമായ രാഷ്ട്രം പടുത്തുയർത്താം, എങ്ങനെ തൻ്റെ പ്രജകൾക്ക് നല്ല ദിശാബോധം നൽകാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭരണാധികാരിയുടെ ഒരു രൂപം നമ്മളിലേക്ക് എത്തിക്കുവാൻ, ഒരു ഉത്തമ ഭരണാധികാരിയുടെ രൂപം നമ്മളിലേക്ക് എത്തിക്കുവാൻ എപ്പോഴും മഹാബലിയുടെ ആ ഒരു ഭരണ തന്ത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പാട്ടുകളിലൂടെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മഹാബലിക്ക് എപ്പോഴോ അഹങ്കാരം ഉണ്ടായി എന്നും അതിനെ അങ്ങനൊരു ചരിത്രം, അങ്ങനൊരു ഐതിഹ്യം, കൂടാതെ പല കഥകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുണ്ട്. അതിനെ ശമിപ്പിക്കുവാൻ വേണ്ടി മഹാവിഷ്ണു വാമനമൂർത്തിയായി അവതരിക്കുകയും അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്തുന്ന കഥയാണ് ഇന്ന് പ്രചരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പ്രഹ്ലാദന്റെ പൗത്രനും അതുപോലെ തന്നെ പരമഭക്തനുമായ മഹാബലിയെ ഒരിക്കലും ചവിട്ടിത്താഴ്ത്താൻ ഇടയില്ല. പ്രജകൾക്ക്, തൻ്റെ ഭക്തന്മാർക്ക് എപ്പോഴൊക്കെ പാകപ്പിഴകൾ ഉണ്ടാകുമോ അതിനെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അവരെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുന്ന ഭഗവാൻ ഒരിക്കലും ഭക്തനെ ചവിട്ടിത്താഴ്ത്തുകയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തെ, മഹാബലിയെ അനുഗ്രഹിക്കുകയും, ഇന്നിപ്പോ എല്ലാവരും പാതാളം എന്ന് പറയുന്നു. ഹിന്ദു പുരാണങ്ങളിലും ഹിന്ദു മതഗ്രന്ഥങ്ങളിലുമെല്ലാം ലോകങ്ങൾ 14 ഉണ്ടെന്ന് പറയും. 14 ലോകങ്ങൾ എന്ന് പറയും. ഈ 14 ലോകങ്ങളിൽ ഭൂമിക്ക് താഴേക്കുള്ള ലോകങ്ങളിൽ ഏറ്റവും വിശിഷ്ടമേറിയ അല്ലെങ്കിൽ വൈശിഷ്ട്യമേറിയ ഒരു ലോകമാണ് സുതലം. ഈ സുതലത്തിലേക്കാണത്രേ മഹാബലിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വാമനമൂർത്തി അയച്ചത്. അങ്ങ് അവിടെ വാണുകൊള്ളൂ, എല്ലാ സൗഖ്യങ്ങളും അങ്ങക്ക് അവിടെ ഉണ്ട്
മാത്രമല്ല അങ്ങയുടെ ലോകത്തിന് ദ്വാരപാലകനായി ഞാൻ തന്നെ നിന്നുകൊള്ളാമെന്ന് കൽപ്പിക്കുകയും ചെയ്ത ഒരു ഐതിഹ്യ കഥ. ആ മഹാബലി കേരളത്തിന്റെ ചക്രവർത്തി ആയിരുന്നു എന്നും കേരളം ഭരിച്ചിരുന്നു എന്നും കേരളത്തിന് അന്ന് ഉണ്ടായ സമൃദ്ധിയും നന്മയും എല്ലാം നമ്മൾ പാടി കേൾക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഓണമായാൽ മാവേലി നാടുവാണ് ആ കാലത്തെക്കുറിച്ച് പറയാതെ അല്ലെങ്കിൽ അതറിയാത്ത ആരുമില്ല. അപ്പൊ അങ്ങനെയുള്ള മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിന് ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല. എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു അതാണ് ചരിത്രവും മിത്തും ഇടകലർന്ന ഒരു സവിശേഷമായ ആഘോഷമാണ് ഓണം എന്ന് പറയാൻ കാരണം. ഇനി ഓണത്തിന് എത്രത്തോളം പഴക്കമുണ്ട്, എത്ര കാലമായി നമ്മൾ ഓണം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ളതിനും ഉത്തരമില്ല. പക്ഷേ ചരിത്രം അങ്ങ് ചികഞ്ഞു നോക്കിയാൽ ഏതാണ്ട് 2000 വർഷത്തോളം പഴക്കം നമുക്ക് പറയാൻ സാധിക്കും ഓണം എന്ന രീതിയിൽ ആഘോഷിച്ചു തുടങ്ങിയിട്ട്. അതിന് സംഘകാലത്തെ കൃതികളിലും മറ്റും ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ടെന്നും കേരളം മാത്രമല്ല കേരളത്തിന് സമീപ പ്രദേശങ്ങളായിട്ടുള്ള തമിഴ്നാട്, കർണാടകം, ആന്ധ്ര പോലെയുള്ള പ്രദേശങ്ങൾ ഒന്നിച്ചു കിടന്നിരുന്ന കാലത്ത് അവിടെയൊക്കെയും ഈ ഒരു സംസ്കാരം കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ ഒരു ആഘോഷം നിലനിന്നിരുന്നതായി ചരിത്ര വസ്തുതകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. ഇത്തരത്തിൽ മഹാബലിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് രണ്ടും കൂടെ ഇടകലർന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത് കേരളത്തിന്റെ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. കേരളത്തിന്റെ മാത്രമല്ല സംഘകാലത്ത് മധുരൈ കാഞ്ചി എന്ന് പറയുന്ന കൃതിയിൽ അവിടെ കാർഷിക വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് ഓണം കൊണ്ടാടിയിരുന്നത്. അപ്പോൾ ഒരു കാർഷിക വിളവെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ കേരളവും ആ കാർഷിക സംസ്കൃതിയുടെ ഒരു പശ്ചാത്തലമുള്ളതിനാൽ ആ ഒരു രീതിയിൽ കൂടെ, അതായത് കർക്കിടക മാസത്തിലെ കോരിച്ചൊരിയുന്ന മഴയിൽ പരമദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾക്ക് അതിനുശേഷം കൊയ്ത്തും ചിങ്ങമാസത്തിലെ കൊയ്ത്തൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാവർക്കും നെല്ലും സമ്പത്തും ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ അതൊരു സമൃദ്ധിയായിരുന്നു, അതൊരു ഉത്സവമായിരുന്നു. അതങ്ങനെ ഓണമായി കൊണ്ടാടപ്പെട്ടു എന്ന് ഒരു തരത്തിലുള്ള ഓണത്തിന്റെ പശ്ചാത്തലം നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊന്ന്, ഓണം നാടൻ അല്ലെങ്കിൽ നാട്ടു പാരമ്പര്യത്തിലൂടെയുള്ള ഒരു കടന്നുവരവാണ് ഓണത്തിന്റെ. അതായത് കുറച്ചധികം ആഘോഷങ്ങളുമായിട്ട് ഓണപ്പൊട്ടൻ എന്നോ ഓണ തല്ല്, ഓണക്കളികള്, പുലികളി, ഇങ്ങനെ കുറച്ച് നാടൻ കലകളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഓണം നമ്മിലേക്ക് എത്തുന്നു. ഇങ്ങനെ 2-3 തലത്തിൽ നമ്മളിലേക്ക് എത്തുന്ന ഒരു സവിശേഷമായ ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. മലയാളിയുടെ ഒരിക്കലും അടങ്ങാത്ത വികാരവുമാണ് ഓണം എന്നത്. നമ്മൾ ഏത് ആഘോഷം മുന്നോട്ട് വെക്കുമ്പോഴും ആ ഓരോ ആഘോഷത്തിനും ഒരു വ്യത്യസ്തങ്ങളായ 3 തലങ്ങൾ ഉണ്ടായിരിക്കും. അതിലൊന്ന് സ്പിരിച്വൽ ആണ്, 2 സോഷ്യൽ ആണ്, 3 നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തേത് സ്പിരിച്വൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഓണാഘോഷത്തിന് കടന്നു വന്നപ്പോൾ ഇവിടെ നല്ല മനോഹരമായ പൂക്കളം, ഓണത്തിന്റെ നായക കഥാപാത്രമായ മാവേലിയുടെ ചിത്രം, അതുപോലെ എല്ലാവരും എന്താ പറയാ ഓണത്തരഞ്ഞുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, ഓണസദ്യ ഉണ്ണുന്നു. ഇതൊക്കെ ആചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആഘോഷത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് നമ്മളിലേക്ക് വെക്കുന്നത്. രണ്ടാമത് സോഷ്യൽ, സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാട്. അത് നമ്മളെല്ലാവരും ഒത്തുചേരുന്നു. നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പരസ്പരമുള്ള വൈരമോ ശത്രുതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ എല്ലാം ഉണ്ടാകാം. പക്ഷെ ഇതിനെയെല്ലാം മാറ്റിവെച്ച് നാം ഓരോരുത്തരും ഓണമാകുമ്പോൾ ഒത്തുചേരുന്നത് അതൊരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ്. നമ്മളെല്ലാവരും ഒത്തുചേരുന്നത് തന്നെ അതുപോലെ പങ്കുവെക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സന്തോഷം പങ്കുവെക്കുക, അതുപോലെ നമ്മളാൽ കഴിയുന്ന വിധം സേവനം അനുഷ്ഠിക്കുക. ഇതൊക്കെ ഓണത്തെ സംബന്ധിച്ച അല്ലെങ്കിൽ ഏത് ആഘോഷത്തിനെ സംബന്ധിച്ചതായാലും ഉള്ള ഒരു സാമൂഹികമായ ഒരു തലമാണ്. ഇനി മറ്റൊന്ന് വരുന്നത് ശാസ്ത്രീയമായ തലമാണ്. നമ്മൾ എന്തിനാണ് ഈ ആഘോഷങ്ങൾ കൊണ്ടുവരുന്നത്? ഈ ആഘോഷങ്ങൾ ഒത്തുകൂടി ആചരിക്കുന്നതിന്റെ പ്രാധാന്യം എന്ത്? ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് തത്വങ്ങളെയാണ് ആവാഹിക്കേണ്ടത്? ഇങ്ങനെയുള്ള വിഷയങ്ങളെയാണ് നമ്മൾ
സയന്റിഫിക് ആയി ചിന്തിക്കുക, ശാസ്ത്രീയമായി ഓരോ ആഘോഷത്തെയും കാണുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓണത്തെ സംബന്ധിച്ച് ഓണം നമ്മളിലേക്ക് എത്തിക്കുന്ന സന്ദേശം അതെന്താണ്, അതിനെ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളണം, നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിലേക്ക് അതെന്ത് പാഠമാണ് പകർന്നു തരുന്നത്, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടാണ് ശാസ്ത്രീയമായി നമ്മളൊരു ആഘോഷത്തെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഓണത്തെ കാണുമ്പോൾ. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് മാവേലി പാട്ടിലൂടെ നമ്മൾ ആ മാവേലിയുടെ സമ്പൽ സമൃദ്ധമായ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട്. ആ ഒരു കാലഘട്ടം ഇനിയും വരണം, അല്ലെങ്കിൽ അതുപോലെ ആയി തീരണം നാം ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന ഈ ലോകം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഓണം മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ തോന്നലെന്നും നമുക്കറിയാം. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മളിലേക്ക് നന്മ ഉണ്ടാകണം, നമ്മളെങ്ങനെ എന്താ പറയുക, ഏകത അല്ലെങ്കിൽ അതുപോലെയുള്ള സങ്കല്പങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഒത്തുചേരലിൻ്റെ ഒക്കെ സന്ദേശമായി, അല്ലെങ്കിൽ ഓണത്തിൻ്റെ എക്കാലത്തെയും സന്ദേശമായി നമുക്ക് പറയാൻ കഴിയുന്നത്. മാവേലിയുടെ കാലത്ത് മാത്രമേ ഈ നന്മ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, ഈ നന്മയൊക്കെ എന്നും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മൾ കണ്ടതാണ് 2018 പ്രളയകാലത്തും, അതുപോലെ ഇപ്പോ ഈ കഴിഞ്ഞ മാസം മുണ്ടക്കൈയിൽ വയനാട്ടിൽ നടന്ന ആ പ്രകൃതി ദുരന്തത്തിൽ പെട്ടുപോയ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ എത്രായിരം ജനങ്ങളാണ് അവിടെ കൂടിയത്, എത്ര പേരുടെ കൈസഹായം അവിടേക്ക് എത്തി. അപ്പോൾ നമ്മളുടെ ഉള്ളിലൊന്നും ഈ സേവന സന്നദ്ധതയോ അല്ലെങ്കിൽ നന്മയോ അല്ലെങ്കിൽ അതിജീവനത്തിന്റെ പാതയിലേക്ക് നമ്മുടെ സഹജീവികളെയും കൂടെ കൊണ്ടുവരാനുള്ള മനസ്സോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനെ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോവുക എന്നുള്ള സന്ദേശം മാത്രമാണ് ഓണത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഇത് എന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. ഓരോരുത്തരും നമ്മുടെ സഹജീവികളാണ്, ഓരോരുത്തരെയും സ്നേഹിക്കാനും അതുപോലെ തന്നെ പ്രകൃതിയോട് ഒത്തിണങ്ങി ജീവിക്കാനും, പ്രകൃതി ദുരന്തങ്ങൾ നമ്മളിലേക്ക് ഏൽപ്പിക്കുന്ന ആഘാതത്തെ മുൻനിർത്തിക്കൊണ്ട് ഇനിയാണെങ്കിലും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും നമ്മൾക്ക് കഴിയണം. അതായിരിക്കണം നമുക്ക് ഓണത്തിന് നമ്മൾ മുന്നിലോട്ട് വെക്കേണ്ട ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചിന്തകൾ. ഓണത്തിൻ്റെ സന്ദേശം എപ്പോഴും സേവനം, അതേപോലെ സാഹോദര്യം, സമത്വം, ഇതൊക്കെയാണല്ലോ. സമത്വവും സാഹോദര്യവും തെളിഞ്ഞു നിന്നിരുന്ന ഒരു കാലം, കള്ളമില്ല, ചതിയില്ല, ഇതൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. അപ്പോൾ കാലം എത്ര മാറിപ്പോയാലും ഈ ഒരു സന്ദേശവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ആശയങ്ങളും നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ കെടാത്ത തീയായി നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുകയും അതിനെ പരമാവധി പാലിക്കുവാൻ ഓരോ മനുഷ്യനും സന്നദ്ധനായാലും അത് ഓണം നൽകുന്ന വലിയൊരു സന്ദേശമായി മാറും. ഈ ഒരു സന്ദേശം കാലഘട്ടം അനുസരിച്ച് ഓണത്തിന്റെ ആഘോഷങ്ങളും അതുപോലെ ഓണത്തിന്റെ വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങളിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പം കുമ്മാട്ടി എന്താണെന്ന് അറിയില്ല, ഓണപ്പൊട്ടൻ എന്താണെന്ന് അറിയില്ല, അതേപോലെ തുമ്പിതുള്ളൽ എന്താണെന്ന് അറിയില്ല. പക്ഷെ കാലം മാറിയപ്പോൾ അവര് വളരെ എന്തായാലും ഓണം ആഘോഷിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഫൺ ഗെയിംസ് ആണ് ഇപ്പോൾ. ബലൂൺ ചവിട്ടി പൊട്ടിക്കുക, കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക, അതുപോലെ എന്താ പറയാ, ഏറ്റവും വേഗം ഓടി ബലൂൺ വീർപ്പിച്ചുകൊണ്ട് ഓടുക, നാരങ്ങ സ്പൂണിൽ വെച്ചിട്ട് ഓടുക, ഇങ്ങനെയുള്ള ഫൺ ഗെയിംസിലൂടെയാണ് ഓണത്തിന്റെ ഒരു ഓളം കൊണ്ടുവരുന്നത്. കാലഘട്ടം അനുസരിച്ച് മാറി. പണ്ട് തുമ്പിതുള്ളലോ അതുപോലെയുള്ള കളികളിലൂടെയാണ്, കായിക വിനോദങ്ങളിലൂടെ മനുഷ്യൻ പരസ്പരമുള്ള ഇഴയടുപ്പം കൂട്ടിയിരുന്നത്. അതുപോലെ മനുഷ്യന്റെ എല്ലാ ബന്ധപ്പാടുകളെയും മാറ്റിവെച്ചുകൊണ്ട് ഓണം ആഘോഷിച്ചിരുന്നത്. ഈ ഒത്തൊരുമ തന്നെയാണ് ഓണത്തിന്റെ മഹത്തായ സന്ദേശമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഒത്തുചേരുക, എല്ലാ പ്രതിബദ്ധതകളും എല്ലാവർക്കും ഉണ്ട്, ബുദ്ധിമുട്ടുകളും, ഇതെല്ലാം മാറ്റിവെച്ച് ഒത്തുചേരുമ്പോൾ തന്നെ ഓണം ഒരു ഓളമായി മാറും. ഇപ്പൊ കാലം എത്ര മാറിയാലും ഓണത്തിന്റെ ഒരു വികാരം നമ്മളിൽ നിന്നും ഒരിക്കലും അകന്നു പോകുന്നില്ല. അത് മലയാളിയുടെ മനസ്സിന്റെ അടിത്തട്ടിൽ അങ്ങനെ ഉറഞ്ഞു പോയതാണ്. കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ഓണം എന്ന് പറയുമ്പോൾ ഈ പുറമേക്കുള്ളതിലൊക്കെ ഉപരിയായിട്ട് മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു സന്തോഷമുണ്ട്. പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിന്റെ 1000 ഇരട്ടിയോ എത്രയോ ഇരട്ടി ഉള്ളിലുള്ള ഒരു വികാരമുണ്ട്. അത് തന്നെയാണ് ഓണത്തിന്റെ വൈശിഷ്ട്യവും. അപ്പോൾ ആ ഓണത്തിന്റെ വൈശിഷ്ട്യം ഉൾക്കൊണ്ടുകൊണ്ട് നന്മയുടെ തിരി ഒരിക്കലും കെടാതെ
ഓണം എന്നും വളരെ സവിശേഷമായ ആഘോഷമായി മലയാളിയുടെ മനസ്സിൽ അങ്ങനെ തിങ്ങി നിൽക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ യോഗത്തിലേക്ക് ഇവിടെ നിങ്ങളുടെ ഓണാഘോഷം നമ്മളുടേതാണ്. ഈ ഓണാഘോഷത്തിൽ പങ്കുചേരുവാനും കയറി വന്നപ്പോൾ തന്നെ നല്ല മനോഹരമായ പൂക്കളം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മാവേലി മുണ്ടും അണിഞ്ഞു നിൽക്കുന്ന അങ്ങനെ ഓണത്തിന്റെ എല്ലാ പകിട്ടോടു കൂടിയ ഒരു സമ്മേളനത്തിലേക്ക് വന്നു ചേരുവാനും ഇവിടെ നിന്ന് 2 വാക്ക് പറയുവാനും വേദിയിലും സദസ്സിലും പ്രൗഢഗംഭീരമായ സദസ്സിലും നിന്നുകൊണ്ട് സാറൊക്കെ ഉണ്ട്, പരിചയക്കാരൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ആരെയും പരിചയമില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ പരിചയക്കാരുണ്ട് ഇവിടെ. ഇപ്പൊ എല്ലാവരുടെ മുമ്പില് ഇങ്ങനെ വന്ന് 2 വാക്ക് പറയാനും അവസരം തന്നെ YMCA ഭാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.